ഹായ് ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നോ? നമ്മൾ യൂഷ്വലി ഷോർട്സ് മാത്രം ചെയ്യുന്നത് കൊണ്ട് ഇതൊന്നും അന്വേഷിക്കാൻ അങ്ങ് പറ്റുന്നില്ല. അതിനുള്ളൊരു ടൈം നമ്മുടെ ഷോർട്സ് നമുക്ക് തരുന്നില്ല. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി. അപ്പോൾ നമ്മളിന്ന് കുറച്ച് അധികം സംഭവങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണേ. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു ബ്ലാക്ക് കളർ ബബിൾ റാപ്പാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് കളർ ബബിൾ റാപ്പ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വഴിതെറ്റി പോന്നു. കം ഓൺ ഗൈസ്, നമുക്ക് അൺബോക്സ് ചെയ്യാം. ബൈ ഒരു സത്യം പറയാം, ഇതെല്ലാം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും പാക്ക് ചെയ്ത് സെക്യൂർഡാക്കി വെച്ചതാണേ. അപ്പോൾ എന്താണെങ്കിലും ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഐറ്റം. ഒരു ക്രിസ്റ്റൽ പെൻ ഹോൾഡറാണ്. നേരിട്ട് കാണാൻ ഇതിലും സൂപ്പറാണ്. ഒരു 8 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സിസേഴ്സ് ആണേ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു എന്ന്. അപ്പോൾ ഇതും ഓപ്പൺ ചെയ്ത് നോക്കി, യൂസൊക്കെ ചെയ്ത് നോക്കി, കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഷാർപ്നെസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രൈസ് സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തേക്കാവേ. നെക്സ്റ്റ് നമ്മുടെ ഐറ്റം ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റെൻസിലാണേ. സ്റ്റെൻസിലെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? എനിക്ക് തട്ടത്തിന്മറയത്താ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തട്ടത്തിന്മറയത്തിനകത്തെ ആ ഐക്കോണിക് സീൻ? സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള കോമഡി സീൻസും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് സീൻസും ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു സിലിക്കോൺ ലിഡ്സ് ആണേ. നമ്മൾ അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പോകുമ്പോഴായിരിക്കും ആ പാത്രത്തിൻ്റെ അടപ്പൊന്നും കണ്ടു കിട്ടില്ല. പിന്നെ ക്ലോസ് ചെയ്യാതെ ഫുഡൊന്നും ഫ്രിഡ്ജിൽ വെക്കുന്ന ഹൈജീനും അല്ല, സേഫും അല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റാണിത്. എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വിസ്ക്, എനിക്കെന്തോ 30 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണേ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ട്രെയിനാണ്. പക്ഷേ എന്തായിരിക്കും ഇത്? നിങ്ങളോട് ഞാൻ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ഗസ് ചെയ്തു? യെസ് ഗായ്സ്, ഇതൊരു ഷാർപ്നറാണ്. ഞാനിതിന് 10 ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യും. നിങ്ങളോ? നെക്സ്റ്റ് ഈ ഒരു സിലിക്കോൺ ട്രേ ആണ്. നല്ല രസമുണ്ട് കാണാൻ, പിന്നെ നല്ല യൂസ്ഫുള്ളും ആണ്. നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ട്രേസ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഐസ് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇതുപോലുള്ള സിലിക്കോൺ ട്രേസ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഐസ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ എന്താ സിറിഞ്ചൊക്കെ ആയിട്ട് വരാൻ ഞാനെന്താ വല്ല ഡോക്ടറോ നേഴ്സോ വല്ലതും ആണോ? ഇത് സിറിഞ്ചല്ല, ഇതൊരു ഹൈലൈറ്ററാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്ത കാലം മറന്നു. കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈലൈറ്ററിൻ്റെ യൂസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. പിന്നെന്തിനത് വാങ്ങിയെന്നല്ലേ, ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് മാത്രം. പിന്നെ 2 സിലിക്കോൺ സ്ക്രബ് ഉണ്ടേ. ഇതും എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. എപ്പിക് ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു മിനി ടേബിൾ ഫാനാണ്. ഓർഡർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജസ്റ്റ് 140 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. 140 റുപ്പീസിനൊരു ഫാനൊക്കെ കിട്ടുമോ? എന്താണെങ്കിലും ഒന്ന് വാങ്ങിച്ച് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് അന്നേരം ഉണ്ടായിരുന്നേ. പക്ഷേ ദിസ് ഇസ് ബിയോണ്ട് എക്സ്പെക്റ്റേഷൻസ്. ഇത് നമുക്കിങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം, ക്ലീൻ ചെയ്യാം, അസംബിൾ ചെയ്യാം, അങ്ങനെ എല്ലാം ഈസി ടു യൂസ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ വാങ്ങിയത് ഡ്യൂഡാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ്. ശരിക്കും ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമെൻറ്റ് ചെയ്യാനും ഒന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ.